ഓം ശാന്തി. സത്യം വദ ധർമ്മം ചര എന്നാണ് ആപ്തവാക്യം. അത് യഥാർത്ഥവുമാണ്, ധർമ്മവുമാണ്. എന്നാൽ പല സന്ദർഭങ്ങളിലും സത്യം പറയുന്നത് നമുക്ക് നേട്ടത്തെക്കാളേറെ നഷ്ടമുണ്ടാക്കും. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സത്യമല്ല പറയേണ്ടത്. അങ്ങനത്തെ സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്? അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ പറയേണ്ടത് ഏത് രീതിയിലാണ്, അതിനെക്കുറിച്ചാണ് ഈ പ്രാവശ്യം നമ്മൾ സംസാരിക്കുന്നത്. ജീവിതത്തിൽ സത്യമേ പറയാവൂ എന്നാണ് ബാല്യം മുതൽ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുതന്നെയാണ് ശരിയും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയുന്ന സത്യങ്ങൾ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കും, ഉദ്ദേശത്തിന് വിപരീത ഫലം നൽകുകയും ചെയ്യും. അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ നമ്മൾ കാര്യങ്ങളെ പറയുന്ന രീതി കുറച്ച് മാറ്റി ചിന്തിക്കണം, അതോ കുറച്ചുകൂടി ഉയർന്ന ലെവലിൽ ചിന്തിക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ എന്താണ്, സന്ദർഭങ്ങൾ എന്താണ്? ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു അമ്മയോട് മകൾ വന്ന് വീട്ടിലെ അവരുടെ ഭർത്താവുമായുള്ള പ്രയാസങ്ങളെ പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹവുമായി യോജിക്കുന്നില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്, ഏത് സമയത്തും കണ്ടുമുട്ടുമ്പോഴും സന്തോഷം അനുഭവിക്കാൻ ആവുന്നില്ല, അഥവാ സന്തോഷിക്കാമെന്ന് ചോദിച്ചാൽ ഒന്നിച്ച് ചേർന്നാലും എന്നും അത് പ്രശ്നത്തിലേ അവസാനിക്കുള്ളൂ. അങ്ങനെ സംഘർഷമരിതമായ ഒരു സംബന്ധം അല്ലെങ്കിൽ ഒരു റിലേഷൻ, അതിനെ ഹീൽ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്, അഥവാ സന്തോഷമായി മാറ്റണം എന്നാണ് ആ കുട്ടിയുടെ ആഗ്രഹം. അമ്മയോട് വന്ന് ഷെയർ ചെയ്യുന്നു. അമ്മ അത് അമ്മയുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നു. അങ്ങനെ എത്ര ആളോട് ഷെയർ ചെയ്യുന്നു അത്ര ആളും പരസ്പരം അവരാരൊക്കെ അറിയുന്നോ, ആരോടൊക്കെ ഇങ്ങനെ ഉള്ളു തുറന്ന് സംസാരിക്കുന്നോ, പറയുന്നവരോടൊക്കെ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ആ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയും ഭർത്താവും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ പറയുന്നത് അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും എത്ര പേര് ആ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നോ അത്ര പേരും പറയുക പ്രശ്നമാണ്, പ്രശ്നമാണ്, പ്രശ്നമാണ്. ആഗ്രഹിക്കുന്നത് സൊല്യൂഷനാണ്. പക്ഷേ എപ്പോൾ നമ്മൾ പ്രശ്നമാണെന്ന് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നോ ആ പ്രശ്നത്തിന് കൂടുതൽ ഊർജ്ജം ലഭിച്ചതുപോലെയായി. ആ പ്രശ്നം കൂടുതൽ വളർന്നുകൊണ്ടിരിക്കും. കാരണം എന്താണോ നമ്മൾ സങ്കല്പിക്കുന്നത് ആ സങ്കല്പിക്കുന്ന സങ്കല്പമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രശ്നം വളരെയാണ് ചെയ്യുക. അത് കൂടുതൽ അറിയാതെ തന്നെ അത് കൂടുതൽ വഷളാകുന്ന രീതിയിൽ, അഥവാ കൂടുതൽ മോശമാകുന്ന രീതിയിൽ സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? പ്രശ്നം എന്താണെങ്കിലും ആ പ്രശ്നങ്ങളെ ആവുന്നത്ര നമ്മൾ പുറത്ത് പറയാതിരിക്കുന്നതാണ് നല്ലത്. അതിനെക്കുറിച്ച് ശുഭമായി സങ്കല്പിക്കുക. എങ്ങനെയാണോ നമ്മൾ വളരെ സ്നേഹത്തോടെ കൂടിയിരിക്കുന്ന ഒരു സംബന്ധം വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്, വളരെ സന്തുഷ്ടമാണ് എന്ന് നമ്മൾ വിചാരിക്കുക. അവരുടെ ഗുണങ്ങളെക്കുറിച്ച് കാണുക. ആ സന്തുഷ്ടമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് അവരുടെ ഗുണങ്ങളെ കാണാനും സന്തോഷമുള്ള മൊമെൻറ്റ്സ് നമുക്ക് കാണാനും സാധിക്കും. അപ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഗ്യാപ്പ്, അഥവാ നെഗറ്റീവ് തോട്ട് ഉണ്ടാക്കുന്ന ഒരു ഗ്യാപ്പ് കുറഞ്ഞു പോകും. മാത്രമല്ല മറ്റുള്ളവർ അതിനെക്കുറിച്ച് ആര് കേൾക്കുമ്പോഴും എന്താ പറയുക, അവർ ഭയങ്കര ഹാപ്പിയാണെന്ന് കേൾക്കുന്നതനുസരിച്ച് എല്ലാവരും അതെന്നെ വിചാരിക്കുമ്പോൾ അൺഹാപ്പി ആവാനുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും ഈ ഊർജ്ജത്തിൻ്റെ ഒഴുക്ക് നമ്മുടെ സംബന്ധത്തിനെ ഊഷ്മളമാക്കുന്ന സാഹചര്യങ്ങൾ നമ്മളിലേക്ക് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് കൊച്ചു പ്രോബ്ലങ്ങളെ അധികം പറയാതിരിക്കുക, അധികം സംസാരിക്കാതിരിക്കുക. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയേ, പണ്ടും ഉണ്ടായിരുന്നു പ്രശ്നങ്ങളൊക്കെ കുടുംബങ്ങളിൽ. പക്ഷേ തത്സമയം തന്നെ അത് ഷെയർ ചെയ്യില്ലായിരുന്നു. കാരണം ഫോണില്ലായിരുന്നു, മൊബൈലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലെറ്റർ എഴുതി വീട്ടിലെ കാര്യങ്ങൾ മറ്റുള്ള വീട്ടിലേക്ക് എത്തിക്കുമ്പോഴേക്കും, സംബന്ധങ്ങളിലെ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുമ്പോഴേക്കും സമയം എടുക്കുമായിരുന്നു. എപ്പോഴാണോ സമയം കൂടുതൽ ഗ്യാപ്പ്, ഒരു പ്രശ്നം നടന്നതിന് ശേഷം ആ പ്രശ്നത്തിന് പരസ്പരം മറ്റുള്ളവർക്ക്, നമ്മൾ ഇഷ്ടപ്പെട്ടവർക്ക് അഥവാ നമ്മൾ അറിയുന്നവർക്ക്, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എത്തിക്കാനായിട്ടൊരു സമയം ഗ്യാപ്പ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നേരം കിട്ടില്ല. ഒരു ലെറ്റർ എഴുതി പോയി മറുപടി കേട്ടി തിരിച്ച് ലെറ്റർ വരുമ്പോഴേക്കും സമയമെടുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹീൽ ചെയ്യപ്പെടും. ഇന്നങ്ങനെയല്ല, ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും ഉടനടി ആ പ്രശ്നത്തിനെ ഒന്ന് സൊല്യൂഷൻ കാണാൻ പോലും ചിന്തിക്കില്ല. അടുത്ത ആളെ പ്രശ്നത്തെ വിളിച്ച് നമ്മൾ മൊബൈലിലൂടെ അറിയിക്കുകയാണ് ചെയ്യുക. അവരറിയുന്നു, അടുത്ത ആൾ അറിയുന്നു, അങ്ങനെ വളരെ ഫാസ്റ്റായി അത് സ്പ്രെഡ് ചെയ്യുന്നു. ഇത്രയും ഫാസ്റ്റായ സങ്കല്പം കൊണ്ട് ഈ പ്രശ്നം ഒന്നുകൂടി അത് വഷളാകുന്നു, അതോ ഒന്നുകൂടി മോശമാകുന്നു. അതുകൊണ്ട് നമ്മളെപ്പോഴും നമുക്ക് എന്താണോ ആഗ്രഹിക്കുന്നത്, ഏത് അവസ്ഥയിൽ എത്താനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ അവസ്ഥയെക്കുറിച്ചായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക, മാക്സിമം ഷെയർ ചെയ്യാതിരിക്കുക, മറിച്ച് അതിന് എത്തിച്ചേരേണ്ട ഉയർന്ന തലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക.
ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ സപ്പോസ് വേറെ ഒരു ചെറിയ പ്രശ്നം നമുക്ക് ചിന്തിച്ച് നോക്കാം. നമ്മുടെ കുട്ടി നമ്മളുണ്ടാക്കുന്ന ആഹാരം കഴിക്കുന്നില്ല. കുട്ടികളെ ആഹാരം കഴിപ്പിക്കുക എന്നുള്ളത് അമ്മമാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സാഹസികമാവാറുണ്ട് പല സന്ദർഭങ്ങളിലും. അപ്പോൾ കുട്ടി ആഹാരം കഴിക്കുന്നില്ല, സാധാരണ കുടുംബത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, സത്യസന്ധമായ ഒരു കാര്യമാണ്. അമ്മ ആഹാരം ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറുമ്പോഴും അമ്മയുടെ ആദ്യത്തെ ടെൻഷൻ എന്തായിരിക്കും? ഓ, കുട്ടി ആഹാരം കഴിക്കാവോ, ഇത് ഉണ്ടാക്കുന്നുണ്ട്, കഴിക്കുമെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ എന്തായാലും കുട്ടിക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കും. അമ്മമാരാണല്ലോ, കുട്ടികൾ എത്ര വേണ്ട പറഞ്ഞാലും അവർക്ക് വേണ്ടി അവർ എന്തും ചെയ്തു കൊടുക്കും. പക്ഷേ ആഹാരം ഉണ്ടാക്കുമ്പോഴും അമ്മയുടെ ഉള്ളിലെ വിഷമം എന്തായിരിക്കും? അയ്യോ, ഞാൻ ആഹാരം ഉണ്ടാക്കുന്നുണ്ട്, ഇവനത് കഴിക്കാവോ, ഇഷ്ടപ്പെടാവോ, ഇതല്ലെങ്കിൽ അവൻ കഴിക്കുന്നില്ല, എന്തായാലും ഞാൻ എൻ്റെ കാര്യം ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ ആഹാരം ഉണ്ടാക്കുമ്പോഴും അമ്മ ആഹാരത്തിലേക്ക് കൊടുക്കുന്ന തോട്ട് എന്താണ്? കുട്ടി ആഹാരം കഴിക്കില്ല. ഈ അമ്മ പോയി അമ്മയുടെ അമ്മോട് പറയുന്നു, കുട്ടി ഉണ്ടല്ലോ അമ്മ, എന്തിതാലും ഈ കുട്ടി ആഹാരം കഴിക്കില്ല, എന്താ ഞാൻ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ വിഷമം. അപ്പോൾ അമ്മൂമ്മയും പറയുന്നു, കുട്ടി ആഹാരം കഴിക്കില്ല. ഫ്രണ്ട്സിനോട് ഫോൺ ചെയ്ത് പറയുമ്പോഴും എന്താ പറയുക? എൻ്റെ കുട്ടി ഉണ്ടല്ലോ, എന്തെന്നെ പരിശ്രമിച്ചാലും അവൻ ആഹാരമേ കഴിക്കില്ല, അതാണ് വലിയ പ്രോബ്ലം. അപ്പോൾ എല്ലാവരോടും ഷെയർ ചെയ്യുന്നത് എന്താ? കുട്ടി ആഹാരം കഴിക്കില്ല, കുട്ടി ആഹാരം കഴിക്കില്ല. ഇതിങ്ങനെ എല്ലാവരും തമ്മിൽ പറയുമ്പോഴും ഒരു ശാപമാണ് കൊടുക്കുന്നത്, അനുഗ്രഹം എന്ന പോലെ എന്താ കൊടുക്കുന്നത്? കുട്ടി ആഹാരം കഴിക്കില്ല. അപ്പോൾ എല്ലാവരുടെ തോട്ട് കൊണ്ടും കുട്ടി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ആഹാരം ഒന്നുകൂടി കഴിക്കാതാകും. അപ്പോൾ കുട്ടി ആഹാരം കഴിപ്പിക്കണമെങ്കിൽ അമ്മ എന്താ ചെയ്യേണ്ടത്? ആദ്യം ശ്രദ്ധിക്കുക, കുട്ടിക്ക് ഏതാണ് ഇഷ്ടമുള്ള ആഹാരം. ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ടാണോ, അതോ കുട്ടിയുടെ ഇഷ്ടക്കുറവ് കൊണ്ടാണോ, അതോ ടേസ്റ്റിൻ്റെ കുഴപ്പം കൊണ്ടാണോ, അത് നമ്മൾ അല്പം ശ്രദ്ധിക്കുക. രണ്ടാമത്, ശുഭഭാവനയോടുകൂടി ഈ ആഹാരം എൻ്റെ കുട്ടി ഇഷ്ടത്തോടെ കഴിക്കും, സ്നേഹത്തോടെ ഉണ്ടാക്കുക. അങ്ങനെ നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് ആഹാരം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും കുട്ടി ആഹാരം കഴിക്കും. എല്ലാവരോടും കുട്ടി ആഹാരം കഴിക്കുന്ന കുറവാണെങ്കിൽ പോലും നിങ്ങൾ വേണ്ട കുട്ടി നന്നായി ആഹാരം കഴിക്കുമെന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ആ കുട്ടി ആഹാരം സ്വീകരിക്കുന്നതിൽ ഇന്നൊരു ദിവസം പിണങ്ങിയാലും അല്ലെങ്കിൽ കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് കാണിച്ചാലും നാളെ നമ്മുടെ സങ്കല്പം കൊണ്ട് നമ്മൾ അവൻ്റെ ഇഷ്ടം നോക്കി ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അവൻ എന്താണെങ്കിലും, അവൻ ആയാലും അവളാണെങ്കിലും അമ്മ ഉണ്ടാക്കുന്ന ആഹാരം സന്തോഷത്തോടെ കഴിക്കും. ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ നമുക്ക് തന്നെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന സങ്കല്പങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ക്ഷീണമാണെന്ന് വിചാരിച്ചോട്ടെ, എനിക്ക് തീരെ വയ്യ, ക്ഷീണമാണ്, എനിക്ക് ക്ഷീണമാണെന്ന് വിചാരിച്ച് നോക്കൂ, നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കാപ്പി കുടിക്കാൻ പോലും തയ്യാറാവില്ല. മറിച്ച് സാരമില്ല, ഞാൻ കുറച്ച് ഫ്രഷാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, തന്നെ എഴുന്നേൽക്കാനും കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ തയ്യാറാകും. അപ്പോൾ എപ്പോഴും നമുക്ക് ക്ഷീണമാണെന്ന് ചിന്തിക്കുമ്പോൾ ക്ഷീണം നമ്മുടെ കൂടും. അഥവാ രോഗമാണെങ്കിൽ രോഗമാണെന്ന് ചിന്തിക്കുന്ന സമയത്ത് രോഗം കൂടും. മറിച്ച് ഞാൻ സുഖപ്രദമായിരിക്കുന്നു, ഞാൻ ഹെൽത്തിയാണ്, ഓക്കെ, ശരീരത്തിന് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ഒരു ഹെൽത്ത് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് ഞാൻ ശ്രദ്ധിക്കുന്നു. അല്ലാതെ ഞാൻ രോഗിയാണെന്ന് ചിന്തിക്കാതെ ഞാൻ ഹെൽത്തിയാണ് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ രോഗം പതുക്കെ ഇല്ലാതാകും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സമൂഹത്തിൽ കാണുന്ന അഥവാ നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യം യാഥാർത്ഥ്യത്തിൽ എന്താണോ അതിനെ ചിന്തിക്കുന്നതിന് പകരം എന്താണോ നമുക്ക് ആവശ്യം ആ കാര്യം അത് നടന്നതായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളെന്ന വിചാരത്തിൽ ശ്രേഷ്ഠമായ സങ്കല്പങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം സാഹചര്യങ്ങൾ തന്നെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ഇന്ന് പലപ്പോഴും സത്യം പറഞ്ഞ് നമുക്ക് അനിഷ്ട സംഭവങ്ങളും നഷ്ടങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്പം ഒരു ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഇതുപോലെ നമ്മൾ സത്യം പറഞ്ഞുകൊണ്ട് കൂടുതൽ മോശമാകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നതെന്ന് ശ്രദ്ധിക്കുകയും ആ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ടെർമിനോളജി അല്പം ചേഞ്ച് ചെയ്യുന്നതിലൂടെ, നമ്മൾ പറയുന്ന രീതി അല്പം മാറ്റുന്നതിലൂടെ നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന ഒരുപാട് തടസ്സങ്ങളെ ഇല്ലാതാക്കാനും ജീവിതം സന്തോഷവും ഉല്ലാസവും നിറഞ്ഞതായി മാറാനും സാധിക്കും. ഇങ്ങനെ ചെറിയൊരു ശ്രദ്ധയിലോടുകൂടി ചില സാഹചര്യങ്ങളിൽ സത്യമല്ല പറയേണ്ടത്, ആവേണ്ടത് എന്താണോ, നമുക്ക് ആയിത്തീരേണ്ടത് എന്താണോ അതായിത്തീർന്നു എന്നുള്ള ആ ഒരു കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് വിജയം വരിക്കുന്നവരായി നിങ്ങൾ ഓരോരുത്തരും തീരട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.